Good morning, all. Good morning, ma'am. എല്ലാവരും കേൾക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മള് എടുത്ത് വെച്ചിരിക്കുന്ന ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സസിന്റെ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്തു. പ്രധാനമായിട്ടും അതിന്റെ മേജർ പേഴ്സണൽ മാനേജ്മെന്റ്, പ്രോസസ് ആൻഡ് ഓർഗനൈസേഷൻ ഇതുവരെയല്ലേ എടുത്തു നിർത്തിയത്? അല്ലേ? ആരെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടോ എവിടെ വരെയാണ് എടുത്തു നിർത്തിയെന്ന്? നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേഴ്സണൽ പോളിസി ആണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. അത് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും മറന്നു കിടക്കുന്നു തോന്നുന്നു. എന്തായാലും നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. നിങ്ങളൊരു റെസ്പോണ്ടും കാണിക്കുന്നില്ലല്ലോ. നിങ്ങൾ എല്ലാവരും എടുത്തില്ലേ ഹ്യൂമൻ റിസോഴ്സസ്? അപ്പൊ ഇത് പേഴ്സണൽ പോളിസി തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? അപ്പൊ പേഴ്സണൽ പോളിസി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ശരിയാണ്. അപ്പൊ നമ്മള് കുറച്ച് ഗ്യാപ്പ് വന്നു അല്ലെ. അപ്പൊ പേഴ്സണൽ പോളിസിയിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ അത് അത്യാവശ്യ ഘടകമാണ് അല്ലെ. ഏതൊരു സ്ഥാപനത്തിന്റെയും നല്ല നടത്തിപ്പിനും അതിന്റെ വിജയം സാധ്യമാക്കുന്നതിനും ഹ്യൂമന്റെ എഫേർട്ട് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരൊക്കെ നിയമങ്ങൾ അല്ലെ, അതിന്റെ അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമ സംഹിതകളെല്ലാം നടപ്പാക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനമായിട്ട് ഹ്യൂമന്റെ എഫേർട്ട് അത് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നയങ്ങൾ എല്ലാം രൂപീകരിക്കും. ഈ നയങ്ങളുടെ എല്ലാം പ്രത്യേകത അനുസരിച്ചിട്ട്, അതായത് നമ്മൾ ഈ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ എന്താണ് അവർക്ക് മാനേജേഴ്സിന് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് നേരിട്ട് തന്നെ അത് എല്ലാവരിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോ അവിടെയുള്ള വർക്കേഴ്സിനാണെങ്കിലും എന്താണ് ഈ നിയമങ്ങളെല്ലാം വായിച്ചിട്ട് അതനുസൃതമായിട്ട് അവരുടെ വർക്ക് കൈകാര്യം ചെയ്യാനായിട്ടും സാധിക്കും. അതാണ് പേഴ്സണൽ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. A personal policy is a pre-planned course of action that establishes a guide to work toward acceptable outcomes and objectives. അതായത് നമുക്ക് അല്ലെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മതിയായ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് മാനദണ്ഡങ്ങളാണ് പ്രധാനമായിട്ടും പ്രീ പ്ലാൻഡ് ആയിട്ട് കുറച്ച് നയങ്ങളുടെ രൂപീകരണത്തിന് നിയമങ്ങൾ ഇറക്കുന്ന രീതിയിൽ അവര് ഇറക്കുന്നത്. ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ലക്ഷ്യം നേടിയെടുക്കാനുള്ള കുറച്ച് നിയമങ്ങളാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ പോളിസീസ് ആർ ദ റൂൾസ് that control how to deal with the human resources
ഓർ പേഴ്സണൽ റിലേറ്റഡ് സിറ്റുവേഷൻസ്. അതായത് നമ്മുടെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് എങ്ങനെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ മനുഷ്യന്റെ വിഭവശേഷി ഏത് രീതിയിൽ വിനിയോഗിച്ചാലാണ് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള നിയമങ്ങളെയാണ് പേഴ്സണൽ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് നിയമങ്ങൾ അല്ലെങ്കിൽ നയങ്ങളാണ്. അത് ലക്ഷ്യം, ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളോ നയങ്ങളോ ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് അതിൽ പറയുന്നത് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ് ആർ അച്ചീവ്ഡ് ബൈ സെറ്റിംഗ് അപ്പ് പേഴ്സണൽ പോളിസീസ്. നമ്മൾ ഏത് ഇതല്ലേ നിയമങ്ങളൊക്കെ നമ്മൾ രൂപീകരിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാകും എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എന്തെങ്കിലും നമ്മളല്ലേ ഇൻട്രൊഡ്യൂസ് എന്തെങ്കിലും നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പൊ പേഴ്സണൽ പോളിസി രൂപീകരിക്കുമ്പോഴും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. എന്താണെന്ന് നോക്കാം. ദേ ഹെൽപ്പ് മാനേജേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ടു ടേക്ക് എ ഡിസിഷൻ വിത്തൗട്ട് കൺസൾട്ടിങ് ദെയർ സുപ്പീരിയേഴ്സ്. അതായത് നമുക്കറിയാം, ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ ഒരുപാട് ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവർ തുടങ്ങി ഏറ്റവും സബോർഡിനേറ്റ് ഫീൽഡ് വർക്കേഴ്സ് വരെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവരില് വ്യത്യസ്ത ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഈ മാനേജേഴ്സിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവിടെ മേൽത്തട്ടിലുള്ള വർക്കേഴ്സിന്റെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടോ അപ്ലൈ ചെയ്യേണ്ട ആവശ്യകത അവിടെ വരുന്നില്ല. മാനേജേഴ്സിന് വലിയ പ്രശ്നങ്ങൾ അല്ലെ, സൂപ്പർവൈസേഴ്സിനോട് ഡിസ്കസ് ചെയ്യാതെ തന്നെ കൺസൾട്ട് ചെയ്യാതെ തന്നെ അവർക്ക് ചില നിയമങ്ങളെല്ലാം പാലിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നത്. ഇപ്പൊ നമ്മൾ ഒരു റൂൾസിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അല്ലെ, അവിടെ നിങ്ങളുടെ മേലധികാരി ആരാണെന്ന് ചോദിക്കാതെ തന്നെ മറ്റുള്ളവരെ വർക്ക് ചെയ്യാത്തവരെ കറക്റ്റ് ആയിട്ട് പേഴ്സണൽ ആയിട്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ വർക്കുകളെല്ലാം അല്ലെ ഷിഫ്റ്റ് ചെയ്യാനോ അവർക്ക് നിയമങ്ങൾ നേരത്തെ കൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ മേലാധികാരികളുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ തന്നെ ആ നിയമങ്ങൾ നടപ്പാക്കാനായിട്ടുള്ള സാഹചര്യം മാനേജേഴ്സിന് ഉണ്ടാകും എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് they ensure long-term welfare of employees and makes for a good employee relationship as favoritism and discrimination are listened. അതായത് നമുക്കറിയാം മാനേജേഴ്സിന് അല്ലെ ഒരു അവരുടെ റിലേറ്റീവ്സിനോടൊന്നും സെപ്പറേറ്റ് കരുണയൊന്നും കാണിക്കേണ്ട ആവശ്യകത ഉണ്ടാവില്ല. കാരണം റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാവരോടും ഒരേപോലെ തന്നെ പാലിക്കപ്പെടേണ്ടതാണ് അല്ലെ. ചിലപ്പോ മാനേജേഴ്സിന്റെ റിലേറ്റീവ്സ് ഒക്കെ ആവുമ്പോൾ അവർക്കൊരു മാനേജേഴ്സിനും ചില സമയത്ത് ബുദ്ധിമുട്ടാവും. കാരണം നമ്മളെങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് സ്വന്തം രൂപീകരിച്ച് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കമ്പനിയുടെ റൂൾ ആണെങ്കിൽ അത് എല്ലാവരും തന്നെ പാലിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ ഒരു വിവേചനോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പ്രത്യേകമായ അടുപ്പോ ഒന്നും കാണിക്കേണ്ടതായിട്ട് വ്യക്തിപരമായിട്ട് കാണിക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആണ് വരുന്നത്. ഒന്ന്, എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ നമ്മുടെ വർക്കേഴ്സിന്റെ ഇടയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് ആരുടെയും മേലധികാരികളുടെ അഭിപ്രായമോ കൺസൾട്ടേഷനോ ഒന്നും ആവശ്യമില്ല. മറ്റൊന്ന്, ആരോടും അല്ലെ ഫേവറേറ്റിസമോ ഡിസ്ക്രിമിനേഷനോ വിവേചനമോ അല്ലെങ്കിൽ പ്രത്യേക അടുപ്പമോ ഒന്നും കാണിക്കാതെ തന്നെ അവരുടെ വർക്കേഴ്സിന്റെ ഇടയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനായിട്ടുള്ള ആ റൂൾസ് നിയമങ്ങൾ പാലിക്കാനായിട്ട് എല്ലാവരെയും ഒരുപോലെ തന്നെ ഏൽപ്പിക്കാൻ അല്ലെ ഉത്തരവാദിത്തപ്പെടുത്താനായിട്ട് സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, ക്ലിയർ ആയോ എന്താണ് പേഴ്സണൽ പോളിസി എന്നുള്ളതൊക്കെ? കുറച്ച് പേര് നമ്മൾ ഇച്ചിരി 2-3 വെയിറ്റ് ചെയ്തെങ്കിലും ഒരധികം പേര് ഇപ്പൊ കയറിയിട്ടുണ്ട്. കുറച്ച് എന്തായാലും കിട്ടിക്കാണുമായിരിക്കും. റൂൾസ്, അതായത് ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുൻകൂട്ടി തയ്യാറാക്കുന്ന നിയമങ്ങളെയാണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. അതിന്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അല്ലെ ഈ നിയമങ്ങളൊക്കെ വരുമ്പോൾ ആർക്കും മേലധികാരികളുടെ ഒന്നും അഭിപ്രായം കൂടാതെ തന്നെ നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യാനായിട്ട് മാനേജേഴ്സിന് സാധിക്കും എന്നുള്ളത്. മറ്റൊന്ന് അവരോട് അല്ലെ പ്രത്യേക ജീവനക്കാരുടെ ഇടയിൽ ഒരു വിവേചനമോ അല്ലെങ്കിൽ പ്രത്യേക അടുപ്പമോ കാണിക്കേണ്ട ആവശ്യകതയും വരുന്നില്ല എന്നുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കാം.
നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ. ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്ക്, അതായത് ഇതിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. പേഴ്സണൽ പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, അതായത് നമ്മളെ അല്ലെ തൊഴിലിലെ ഒരു സെക്യൂരിറ്റി, ഒരു സുരക്ഷ ഉറപ്പാക്കാനായിട്ട് നമുക്കറിയാം നിയമങ്ങളിൽ അല്ലെ ഇത്ര സമയത്തിന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇന്ന വേതനം അല്ലെ ഇത്ര സമയം വർക്ക് ചെയ്യുന്നതിനനുസൃതമായിട്ട് നിങ്ങൾക്ക് ഇന്ന വേതനമാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിയമസംഹിതയുടെ രൂപേണ തന്നെ വ്യക്തമാക്കുമ്പോഴെന്താണ് ആ നിയമങ്ങൾ പാലിക്കാനായിട്ട് മാനേജ്മെന്റ് തയ്യാറാകണം അല്ലെ. എന്നാൽ മാത്രമേ അതിന് നിയമസാധ്യത വരികയുള്ളൂ. അപ്പൊ ഈ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ജീവനക്കാർക്ക് സുരക്ഷിതമായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ചെയ്ത കൂലിക്ക് പ്രതിഫലം കിട്ടും എന്നുള്ള ഉറപ്പുണ്ട് അല്ലെ. അത് എത്രത്തോളം ഓവർ ടൈം ചെയ്യുന്നു അത്രത്തോളം ഓവർ ടൈമിനുള്ള ഭേദഗതി എന്താണ്, അല്ലെങ്കിൽ നേരത്തെ അല്ലെ ലീവുകൾ ഇത്രത്തോളം കിട്ടും, അല്ലെങ്കിൽ അപ്പൊ അതനുസരിച്ചിട്ടുള്ള ലീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ നിയമസംഹിതകളെല്ലാം നേരത്തെ കൂട്ടി പ്രീ പ്ലാൻഡ് ആവുമ്പോൾ സെക്യൂരിറ്റി എംപ്ലോയ്മെന്റിന് ഒരു സുരക്ഷയുണ്ടാകും എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ് പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, അതായത് ഫെയർ വേജസ് എന്ന് വെച്ചാൽ അതിന്റെ കൃത്യമായിട്ടുള്ള വേജസ്, ഫെയർ വേജസ് കൃത്യമായിട്ടുള്ള കൂലി ലഭ്യമാക്കും എന്നുള്ളത്. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, നമുക്ക് ജോലി ചെയ്യുന്നതിന് അർഹമായ കൂലി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, തൊഴിലാളികൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, അതായത് നമുക്ക് അല്ലെ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ പേഴ്സണൽ ഓരോ മേലധികാരിയല്ല എന്താണ് കീഴുദ്യോഗസ്ഥരെ അങ്ങനെ ഇന്ന ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്നത്. നേരത്തെ കൂട്ടിയുള്ള നിയമാവലിയുടെ ബേസിക്കിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലാണ് പ്രധാനമായിട്ടും അവിടെ ഒരു ഡിസ്പ്യൂട്ട് അല്ലെ, അവിടെ തർക്കങ്ങളുടെ കാര്യം ആവശ്യമില്ല, എല്ലാവരോടും നല്ലൊരു വ്യവസായ ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദെൻ ട്രെയിനിങ് ഓഫ് എവരിവൺ, എല്ലാവർക്കും തന്നെ ട്രെയിനിങ് ഒക്കെ ലഭ്യം. പ്രധാനമായിട്ട് നമുക്കറിയാം അല്ലെ, ഏതെങ്കിലും നിയമാനുസൃതമായിട്ടാണ് പോകേണ്ടതെങ്കിൽ ചിലപ്പോ ഫ്രഷ് ആയിട്ട് ജസ്റ്റ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് ഇത്ര മന്ത് ട്രെയിനിങ് ആണെന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ അല്ലെ ആ നിയമാവലിക്ക് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും തന്നെ ആ ട്രെയിനിങ് കിട്ടാനായിട്ട്, ഒരാൾക്ക് അല്ലെ ചില മേലുദ്യോഗസ്ഥര് ചിലർക്ക് മാത്രം എന്താണ് ട്രെയിനിങ് കൊടുക്കുകയും മറ്റുള്ളവരെ ജോലിയിലേക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ, അപ്പൊ അവർക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കുകയും അങ്ങനെയൊന്നുമില്ല. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആകുമ്പോൾ തന്നെ എല്ലാവർക്കും അതിൻ്റെതായ ട്രെയിനിങ് എല്ലാം കിട്ടുമെന്നുള്ളത്. ദെൻ ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അതായത് നല്ല രീതിയിൽ തന്നെ ആ വിഭവങ്ങൾ മനുഷ്യന്റെ ആ വിഭവശേഷി ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ദെൻ റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, നമുക്കറിയാം മേലാധികാരികൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ കൂട്ടി അറിയാം. പക്ഷെ നിയമങ്ങളെല്ലാം പാലിക്കാൻ നിയമ അജണ്ടകളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ട അന്തസ് അല്ലെ, അവർക്ക് മേലാധികാരികൾക്ക് കൊടുക്കേണ്ട ആ ഒരു ബഹുമാനം കൊടുക്കാനായിട്ട്, ആ ഒരു റെസ്പെക്ട് കൊടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള നിയമാവലി കൊണ്ട് സാധിക്കുമെന്നുള്ളത്. ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ്, പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ. അല്ല, ഫെയർ വേജസ് ആണ്, FAIR. സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, അതായത് നമ്മളുടെ നല്ല ഒരു വ്യവസായ ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അതായത് നിയമത്തിന്റെ അടിസ്ഥാനം നമ്മൾ ജോലിക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നിയമങ്ങൾ അല്ലെ, ഇതാണ് നിയമങ്ങൾ, ഇത്ര സമയത്ത് വരണം, ഇത്രയുമാണ് നമ്മുടെ കൂലി എന്നുള്ളതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. അപ്പൊ തന്നെ അവർക്ക് തമ്മിൽ ആ ഒരു അല്ലെ ഒരു സ്ഥാപനത്തിന്റെ ഇടയ്ക്ക് ഒരു ഡിസ്പ്യൂട്ടിന്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നതിന് കൃത്യമായ കൂലി നമുക്ക് കിട്ടിയിരിക്കും. അത് മാത്രമല്ല എന്താണെങ്കിലും എന്തിപ്പോ ട്രെയിനിങ് കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്താലും അല്ലെങ്കിൽ എന്താണ് നേരത്തെ ലീവുകൾ ഉണ്ടെങ്കിൽ കാഷ്വൽ ലീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻഡ് ആയിരിക്കും. അപ്പൊ അവിടെ ഒരു നല്ലൊരു ബന്ധം അല്ലെ, ആ ഒരു സ്ഥാപനത്തിന്റെ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. കാരണം ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമാവലിയുടെ ബേസിക്കിലാണ് ജോലിക്കാര് നേരെ അല്ലെ അവരുടെ തൊഴിലാളികൾ അവിടെ അപ്പോയിന്റ്മെന്റ് സ്വീകരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു പ്രോബ്ലംസ് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, നല്ലൊരു വ്യവസായ ബന്ധം അവിടെ സ്ഥാപിച്ചെടുക്കാൻ തൊഴിലാളികൾക്ക് സാധിക്കുമെന്ന്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ്, എന്താണ് തത്വങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ പേഴ്സണൽ പോളിസിയുടെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ട്രെയിൻ എവരിവൺ ഫോർ ദ ജോബ് ടു ബി ഡൺ,
എല്ലാവർക്കും തന്നെ ഒരു ട്രെയിനിങ് അല്ലെ, അത് എല്ലാവർക്കും തന്നെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നിയമാവലികൾ എടുക്കുന്നത്. ദെൻ പുട്ട് ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ്. അതായത് നിയമാനുസൃതമായിട്ട് വരുമ്പോഴല്ലേ നിയമാവലികൾ നേരത്തെ തയ്യാറാക്കുമ്പോൾ ഇത്രയും അക്കാദമിക് ക്വാളിഫിക്കേഷൻ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺസിനാണ് ഇന്ന വേക്കൻസി ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെയാണ് പേഴ്സൺസിനെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, റൈറ്റ് മാന് കൃത്യമായിട്ടുള്ള വ്യക്തികൾക്ക് തന്നെ റൈറ്റ് പ്ലേസിൽ ഏതാണോ ഫില്ല് ചെയ്യേണ്ട ഭാഗം അവിടെ ആ വേക്കൻസി വന്നിരിക്കുന്നത് അവിടെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ട് അവരുടെ യോഗ്യതയും എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ടാണോ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. നെക്സ്റ്റ്, സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻസ് ഓഫ് വർക്ക്. അതായത് അവിടെ അല്ലെ ഓരോരുത്തർക്ക് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും നമ്മൾ ഇടയ്ക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നഴ്സ് ചെയ്യുന്ന വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കില്ല ഡോക്ടേഴ്സിന്, അവിടെയുള്ള ഓഫീസ് അസിസ്റ്റന്റിന് അല്ലെങ്കിൽ എന്താണ് ക്ലിനിക് സ്റ്റാഫിനൊക്കെ എല്ലാം. അപ്പൊ അവരുടെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂൾസുകൾ അതെല്ലാം കറക്റ്റ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കും. അതിനനുസരിച്ചിട്ട് വിതരണം ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കുട്ടികളുടെ ആ ഒരു നിയമാവലിയുടെ ബേസിലാണ് എല്ലാം വരുന്നത്. അപ്പൊ ഇന്ന പേഴ്സൺസിന് ഇന്ന വേക്കൻസി ആണ്, ഇന്ന പേഴ്സൺസിന് അപ്പൊ ഇത്രയും ടൂൾസുകളൊക്കെ സപ്ലൈ ചെയ്യേണ്ടതുണ്ടാവും. അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളത്. സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻസ് ഓഫ് വർക്ക്. ഒരു വർക്ക് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്, എത്ര സമയത്തിന് കയറണം, എത്ര കൂലി കിട്ടണം, എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കണം, അതിന് മതിയായ എക്സ്പീരിയൻസ് എല്ലാം കൊടുത്തിട്ടാണ് അവിടെ വർക്കിന് അപ്പോയിന്റ്മെന്റ് വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, മേക്ക് ദ ഓർഗനൈസേഷൻ എ കോർഡിനേറ്റ് ടീം ടു എ പ്രോപ്പർ കോർഡിനേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഡിവിഷൻസ്. അതായത് നമുക്കറിയാം മാനേജേഴ്സിന് അല്ലെ നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ചിട്ടാണ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ എല്ലാവരെയും ഏകോപിപ്പിക്കാനായിട്ട് മേക്ക് ദ ഓർഗനൈസേഷൻ കോർഡിനേറ്റ് ടീം ടു എ പ്രോപ്പർ കോർഡിനേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിവിഷൻസ്. അപ്പൊ നല്ലൊരു കോർഡിനേറ്റ് എല്ലാവരെയും ഏകോപിപ്പിച്ചിട്ട് ഭരണം നടത്താനായിട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ വിവിധ ഡിവിഷൻസുകളൊക്കെ എന്തൊക്കെയാ തന്നെയാണെങ്കിലും അവിടെയുള്ള വേക്കൻസികളെല്ലാം ഫില്ല് ചെയ്ത് അവർക്കെല്ലാം മാക്സിമം ട്രെയിനിങ്ങും അവർക്ക് ആവശ്യമായിട്ടുള്ള ടൂളുകളെല്ലാം വിതരണം ചെയ്ത് എല്ലാവരെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ആ ഓർഗനൈസേഷന് സാധിക്കുമെന്നുള്ളതാണ്. ലൈക്ക് ദ ഓർഗനൈസേഷൻ എ കോർഡിനേറ്റ് ടീം ത്രോ ഒരു കോർഡിനേറ്റ് ടീമിനെ ഏകോപിപ്പിക്കുന്ന ടീമിന് എന്താണ് പ്രോപ്പർ ആയിട്ട് തന്നെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നത്. ഇപ്പൊ ഭരണതലത്തില് നമ്മൾക്ക് നിയമാവലികളുണ്ട്. ആ നിയമാവലികളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവരുടെയും ഓരോ വേക്കൻസികളെല്ലാം ഫില്ല് ചെയ്തു പോകുന്നത്, അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്, അതോടൊപ്പം തന്നെ ടൂൾസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഓരോ കണ്ടീഷൻസ് അത് ഫോളോ ചെയ്ത് അവര് അത് അനുസൃതമായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പൊ എല്ലാവരെയും ഒന്നിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഈ നിയമാവലി കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു പ്രിൻസിപ്പിൾസ് ആ തത്വം ഫോളോ ചെയ്തിട്ട് തന്നെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും അല്ലെ. ആ പോളിസിയിൽ എന്താണോ പറയുന്നത് അതനുസൃതമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. എല്ലാവരും അതോടൊപ്പം തന്നെ അപ്പൊ ഏകോപിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളത്. എന്താണ്, പ്രൊവൈഡ് സെക്യൂരിറ്റി വിത്ത് ഓപ്പർച്യൂണിറ്റി, ഇൻസെന്റീവ്, റെക്കഗ്നീഷൻ. അതായത് നമുക്കത് അറിയാം അല്ലെ, ഓരോ വ്യക്തികൾക്ക് അവർക്ക് ഓരോ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇൻസെന്റീവ്സ്, പ്രോത്സാഹനങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങളെല്ലാം കൊടുക്കണം അല്ലെ. പ്രൊവൈഡ് സെക്യൂരിറ്റി വിത്ത് ഓപ്പർച്യൂണിറ്റി. നമ്മളൊരു ജോലിയിൽ ഒരു കമ്പനിയിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് സ്വീകരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ നിയമാവലി മനസ്സിലാക്കി അല്ലെ, ഇത്രയും സമയം ജോലി ചെയ്യുമ്പോൾ ഇത്രയും വേതന നമുക്ക് കിട്ടും, ഇന്നിന്ന ടൈമുകൾ നമുക്ക് റെസ്റ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്നിന്ന എന്താണ് ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ ടൂൾസുകളൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ വ്യക്തമായതോട് കൂടിയിട്ടാണ് ആ ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് പ്രൊവൈഡ് സെക്യൂരിറ്റി വിത്ത് അവർക്ക് ആ ഒരു നിയമാവലിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കിട്ടുമെന്നുള്ള സുരക്ഷയോടൊപ്പം തന്നെ അവർക്ക് എന്താണ് അവസരങ്ങളും ഇൻസെന്റീവ്സുകളും പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നത്. അവർക്ക് ആ അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളും അതേപോലെ തന്നെ അവസരങ്ങളും കൊടുത്തുകൊണ്ടായിരിക്കണം ഈ ഒരു പേഴ്സണൽ പോളിസികൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോ ഒരു ജോലിക്ക് ഇന്ന വേക്കൻസിയിലോ വ്യക്തികളെ ക്ഷണിച്ച് അപ്പോയിന്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പ്രോത്സാഹനം അല്ലെ, ഓവർ ടൈം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രോത്സാഹനവും വിത്ത് സാലറി കൂട്ടി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൂട്ടി കൊടുക്കണം.
അതോടൊപ്പം തന്നെ അംഗീകരിക്കണം അല്ലെ, അവർ ആ ഡ്യൂട്ടി ചെയ്യുന്നതിൽ അവർക്ക് അതിനേതായിട്ടുള്ള ഫ്രീഡം അല്ലെ, അത് ചെയ്യാനുള്ള ഒരു അംഗീകാരങ്ങളും കൊടുത്തിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലുക്ക് എഹെഡ്, പ്ലാൻ എഹെഡ് ഫോർ മോർ ആൻഡ് ബെറ്റർ തിങ്സ്. എപ്പോഴും എന്താണ് എല്ലാവരെയും ഒരേപോലെ അല്ലെങ്കിൽ എന്താണ് എപ്പോഴും മുൻകൂട്ടി കാണുക എന്നുള്ള വീക്ഷണത്തോട് കൂടിയിട്ട് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു പോളിസികൾ രൂപീകരിക്കുന്നത്. അത് ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്തിട്ട് അല്ലെ, നമ്മളിപ്പോ ഒരു എന്ത് പോളിസിയും രൂപീകരിക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട് അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം അത് എത്ര നന്നായിട്ട് നേടിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നയങ്ങൾ രൂപീകരിക്കുക. അതൊക്കെ എല്ലാവർക്കും വേണ്ടി ലുക്ക് എഹെഡ് എല്ലാവരും ഒരുപോലെ തന്നെ കണ്ട് അതേമാതിരി തന്നെ ആസൂത്രണങ്ങളിലെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ട് മെയിനായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള നിയമങ്ങൾ രൂപീകരിക്കാനായിട്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതില് ലുക്ക് എഹെഡ്, പ്ലാൻ എഹെഡ് ഫോർ മോർ ആൻഡ് ബെറ്റർ തിങ്സ്. അപ്പൊ നമ്മൾ എപ്പോഴും ലുക്ക് എഹെഡ്, പ്ലാൻ എഹെഡ് എന്നൊക്കെ പറയുമ്പോൾ മുന്നോട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി എന്നൊക്കെ പറഞ്ഞ ഒരു ആപ്തവാക്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ആപ്തവാക്യം പ്രിൻസിപ്പിൾ ആ ഒരു തത്വം ഫോളോ ചെയ്തിട്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ച് നിന്ന് മുന്നോട്ട് ഉള്ള ഒരു രീതിയിലായിരിക്കണം പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ, അതായത് ആ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പോളിസികൾ രൂപീകരിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മള് പേഴ്സണൽ പോളിസിയുടെ കുറച്ച് കാര്യങ്ങൾ അല്ലെ, അഡ്വാൻറ്റേജസ് കണ്ടു, ഒബ്ജക്റ്റീവ്സ് കണ്ടു, പ്രിൻസിപ്പിൾസ് കണ്ടു, അതായത് നയരൂപീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്കുള്ളത് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് പേഴ്സണൽ പോളിസീസ്, അതായത് നല്ലൊരു പേഴ്സണൽ പോളിസിക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ നോക്കാം. പേഴ്സണൽ പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ക്ലിയർ, പോസിറ്റീവ് ആൻഡ് ഏർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഇതിൽ പറയുന്നത് ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം അല്ലെ, നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു പോളിസികളായിരിക്കണം എഴുതി തയ്യാറാക്കേണ്ടത്, നയങ്ങളായിരിക്കണം. ദെൻ പോസിറ്റീവ് ആൻഡ് ഏർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. അവിടെയുള്ള ഏതോ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഏതോ ഒരു ജീവനക്കാരനും നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തരുന്ന അല്ലെ, നമുക്ക് വർക്ക് ചെയ്യണം, എനിക്ക് ഇത്ര ജോലി ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും അല്ലെ സാലറി കൂട്ടി കിട്ടും, അല്ലെങ്കിൽ ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാഷ് പേയോട് കൂടിയിട്ട് അല്ലെ, നമുക്ക് പേയ്മെന്റോട് കൂടിയിട്ടുള്ള ലീവ് നേടിയെടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലേ, നമുക്ക് ഇത്രയും നാൾ വർക്ക് ചെയ്ത് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സ്ഥാനക്കയറ്റം കിട്ടും. അങ്ങനെ പലതരത്തിലുള്ള പോളിസികളിൽ, നിയമങ്ങളില്, നിയമാവലികളില് ഇത്തരത്തില് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടുന്ന, ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള പോളിസികളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ അതൊരു പ്രത്യേക പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. എന്താണ്, പോളിസികളെല്ലാം ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം. ഒപ്പം തന്നെ എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കണം. അതേമാതിരി തന്നെ ഏർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് ആൻഡ് എവരി എംപ്ലോയി, എല്ലാവർക്കും തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു നിയമങ്ങളായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്, അതായത് തയ്യാറാക്കേണ്ടത്. then it should be in written form, അത് എഴുതി തയ്യാറാക്കേണ്ടതാണ്, നിയമങ്ങളെല്ലാം എഴുതി തന്നെ തയ്യാറാക്കേണ്ടതാണ്, അതൊരു സവിശേഷതയാണ്. then it should be in local language also അല്ലെ, നിയമാവലികളെല്ലാം അവിടെയുള്ള ജീവനക്കാർക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അവിടെയുള്ള ജീവനക്കാർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അതനുസരിച്ച്, ഇപ്പൊ തമിഴ്നാട്ടിൽ പോയിട്ട് മലയാളത്തിൽ കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ
അവർക്കത് വായിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അവിടെ ആ ഭാഷയും നമ്മുടെ കേരളത്തില് കേരളീയർ ഉപയോഗിക്കുന്ന മലയാള ലാംഗ്വേജിൽ തന്നെ റിട്ടൺ ഫോമിൽ തന്നെയായിരിക്കണം ഈ നിയമാവലികൾ പേഴ്സണൽ പോളിസികൾ ഉണ്ടാക്കേണ്ടത്. Then it should be generally known to all those who are interested. അതായത് എല്ലാവർക്കും അല്ലെ, ജനറലി നമുക്ക് മനസ്സിലാക്കണം ഇത് എല്ലാവർക്കും ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. Then it should be written in order to preserve it against loss. അതായത് നമ്മൾക്ക് അല്ലെ എന്തെങ്കിലും മുൻകൂട്ടി എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് പൊതുവെ അല്ലെ നമ്മൾക്ക് സംരക്ഷിക്കാനായിട്ട് പ്രിസർവേഷൻ കൊടുക്കേണ്ട എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഒരു കമ്പനിയുടെ നഷ്ടം വരാൻ സാധ്യതയുള്ളതിനെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് സംരക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ അതും കൂടി അത് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ഓർഡർ ടു പ്രിസർവ് ഇറ്റ് അഗെയിൻസ്റ്റ് ലോസ്. നഷ്ടം ഉണ്ടാക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള നിയമാവലികളാണ് കൊണ്ടുവരേണ്ടത്. അതിന് ഒരു സംരക്ഷണം കൊടുത്തിട്ടുള്ള നിയമാവലികളാണ് എഴുതി തയ്യാറാക്കുന്നത്. Then it must be reasonably stable but not rigid. അത് അതിനൊരു നിലനിൽപ്പ് അല്ലെ, ഒരു നിലനിൽപ്പ് സ്ഥായിയായ ഒരു നിലനിൽപ്പ് ഉണ്ടായിരിക്കണം. ബട്ട് നോട്ട് റിജിഡ് എന്ന് വെച്ചാൽ റിജിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും അല്ലെ വളഞ്ഞു കർക്കശമായിട്ടുള്ള ഒരു നിയമാവലികളായിരിക്കരുത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെ നിയമാവലികളാവാതെ എന്താണ് വളരെ സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്ന നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന കുറച്ച് നിയമാവലികളായിരിക്കണം അല്ലെ. എല്ലാവരോടും 6 o'clock അല്ലെ മോർണിംഗ് 6 o'clock ഹാജരാവണം, ഈവനിങ് 6 o'clock പോകണം. പിന്നെ സാലറിയുടെ കാര്യത്തില് ഒരു മാറ്റമൊന്നുമില്ല അല്ലെ. 8 മണി തുടങ്ങി 5 o'clock വരുന്ന വ്യക്തികൾക്കുള്ള സാലറി തന്നെ മോർണിംഗ് 6 o'clock വന്ന് ഈവനിങ് 6 o'clock പോകുന്നവർക്ക് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാരും പാലിക്കണമെന്നില്ല അല്ലെ. അപ്പൊ നിലനിൽക്കാൻ പറ്റുന്നതും അതേമാതിരി തന്നെ ഒരുപാട് കർക്കശമായിട്ടുള്ള നിയമാവലികളായിരിക്കരുത് ഉണ്ടാക്കേണ്ടത് അല്ലെ. എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള നിയമാവലികളാണ് ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ടത്. അതാണ് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി റീസണബിളി സ്റ്റേബിൾ ബട്ട് നോട്ട് റിജിഡ്. പിന്നെ ഇറ്റ് ഷുഡ് ബി ദ റിസൾട്ട് ഓഫ് ദ കെയർഫുൾ അനാലിസിസ് ഓഫ് ഓൾ ദ അവൈലബിൾ ഫാക്ട്സ്. അതായത് ഇതിന്റെ ഒരു അല്ലെ ഫലം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഫാക്ടുകളുടെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ നിയമാവലികളെല്ലാം കൊണ്ടുവരുന്നത്. അതെല്ലാം ഇപ്പോഴത്തെ ഘടകങ്ങളിൽ നമുക്കറിയാം പുതിയ പുതിയ തലമുറകൾക്ക് പുതിയ പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കണം കെയർഫുൾ ആയിട്ട് അത് പരിശോധിച്ച് വിശകലനം ചെയ്തിട്ടായിരിക്കണം അതിന്റെ ഫലമായിരിക്കണം ഉണ്ടാക്കി കൊണ്ടുവരേണ്ട നിയമങ്ങളിൽ കാണിക്കേണ്ടത് പ്രതിഫലിക്കേണ്ടത്. ഓക്കെ, അവൈലബിൾ ഫാക്ട്സ് ഘടകങ്ങള് അനുസൃതമായിട്ട് അത് കെയർഫുൾ അനാലിസിസ് ചെയ്തതിന് ശേഷം അതിന്റെ ഒരു ഫലങ്ങളായിരിക്കണം നിയമങ്ങളായിട്ട് രൂപീകരിക്കേണ്ടത്. Then it should be uniform throughout the organization. എല്ലാവർക്കും ഒരു യൂണിറ്റ് ഐക്യപ്പെടുന്ന രീതിയിൽ, അതായത് നമ്മുടെ മേലധികാരികൾക്ക് കുറച്ച് അല്ലെ പ്രിഫറൻസ് കൊടുത്ത് സബോർഡിനേറ്റ്സിനെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു ശ്രദ്ധയും കൊടുക്കാത്ത തരത്തിലായിരിക്കരുത്. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള നിയമാവലികളായിരിക്കണം കൊണ്ടുവരേണ്ടത്. It should be uniform throughout the organization. Then it must provide a two-way communication system between the management and the employee. അതായത് അവിടെയുള്ള വർക്കേഴ്സിന് അല്ലെ മാനേജേഴ്സിനും എംപ്ലോയീസിനും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന തരത്തിൽ ആശയവിനിമയം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള മാറ്റേഴ്സ് ആയിരിക്കണം അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നമുക്കറിയാലേ ഒരു നിശ്ചിത സമയം ജോലി ചെയ്ത അതിനുള്ള കൂലി കിട്ടും, അതല്ലെങ്കിൽ അതിന്റെ പ്രധാനമായിട്ടും ഒരു വർക്കേഴ്സ് അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു സാമഗ്രികൾ അല്ലെ ഓരോ ജോലിക്കും അനുസൃതമായിട്ടുള്ള ടൂൾസുകളും എന്താണ് നമ്മൾ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ അവർക്ക് ആശയവിനിമയം നടത്തിയിട്ട് എന്തുകൊണ്ട് ഈ നിയമത്തിന് അനുസൃതമായിട്ടുള്ള നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന ട്രെയിനിങ് തന്നിട്ടില്ല, അല്ലെങ്കിൽ കൂലികൾ അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ സമയം പാലിക്കുന്നില്ല, അങ്ങനെ എല്ലാവർക്കും അല്ലെ അവിടെയുള്ള വർക്കേഴ്സിനും അവിടെയുള്ള മാനേജ്മെന്റിനും ഒരു നല്ല ആശയവിനിമയം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള നിയമാവലികളാണ് നടപ്പാക്കി കൊണ്ടുവരേണ്ടത്. Then it must provide a two-way communication system between the management and the employee. അവർക്ക് തമ്മിൽ സംസാരിക്കാൻ അല്ലെ അവർക്ക് തമ്മിൽ വ്യക്തമായിരിക്കും. അപ്പൊ ആ വ്യക്തമായ ഭാഷയിൽ തന്നെ അല്ലെ മാനേജ്മെന്റിന് അവര് വർക്ക് ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ ഈ നിയമം എന്തുകൊണ്ട് അനുസരിച്ചില്ല എന്ന് ചോദിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം. അതേമാതിരി തന്നെ വർക്കേഴ്സിനും മാനേജ്മെന്റിന് ചോദിക്കാം അല്ലെ ഇത് തന്നിരിക്കുന്ന നിയമം അനുസരിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എന്തുകൊണ്ട് ഒരുക്കി തരുന്നില്ല.
കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് പ്രശ്നമൊന്നുമില്ലാതെ സൗഹൃദപരമായിട്ട് തന്നെ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് പേഴ്സണൽ പോളിസീസ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? പ്രിസർവ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നാണ്. അഗെയിൻസ്റ്റ് ലോസ്, ലോസിനെ അതായത് നഷ്ടം വരാതെ സംരക്ഷണം കൊടുക്കുന്ന തരത്തിലുള്ള ഓർഡേഴ്സുകളാണ്. അതായത് ഓർഗനൈസേഷന് ഒരിക്കലും നമ്മളെപ്പോഴും നിയമങ്ങൾ തയ്യാറാക്കുമ്പോൾ ഓർഗനൈസേഷനിൽ നിന്നും നഷ്ടം വരുത്താൻ പാടില്ലാത്ത രീതിയിലുള്ള നിയമങ്ങളാണ് കൊണ്ടുവരേണ്ടത്. അതിന് സംരക്ഷണം കൊടുക്കണം. മുൻകരുതലായിട്ടുള്ള സംരക്ഷണം കൊടുക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. വേറെ ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ പോളിസിയുടെ ആ ഭാഗം കവർ ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. എന്താണ് ഓർഗനൈസേഷന്റെ ആ ഘടന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ how activities like task allocation, coordination and supervision are directed toward the achievement of organizational aims. അതായത് ഏതൊരു സ്ഥാപനത്തിനും അതിന്റെ ലക്ഷ്യമുണ്ട് അല്ലെ. അത് ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു സ്കൂൾ ആണെങ്കിലും എവിടെയാണെങ്കിലും അതിനൊരു ലക്ഷ്യമുണ്ട്. ഇന്ന് ഒരു കാര്യം നേടിയെടുക്കുക, നല്ലൊരു സർവീസ് പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്രയും പ്രോഫിറ്റും കൂടി പ്രതീക്ഷിച്ചിട്ടാണ് ഏതൊരു സ്ഥാപകനും അല്ലെ ആ മാനേജ്മെന്റ് അത് രംഗത്തേക്ക് വരുന്നത്, ഇത്രയും ഫണ്ടൊക്കെ മുടക്കുന്നത്. അപ്പൊ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വഴികൾ അല്ലെ, ഡയറക്ഷൻ ഉണ്ടാവും. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് അല്ലെ ആ ടാസ്ക് നേടിയെടുക്കാൻ വേണ്ടി ഓരോ ജോലികൾ ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ ടാസ്കുകൾ ഓരോരുത്തർക്കും എങ്ങനെയാണ് അത് അലോക്കേറ്റ് ചെയ്യുന്നത്, വീതിച്ച് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിലും മേലാധികാരികൾ തുടങ്ങി കീഴുദ്യോഗസ്ഥര് ഫീൽഡ് വർക്കേഴ്സ് വരെ ഉണ്ടാവും. അപ്പൊ മേലാധികാരികളെ എന്തൊക്കെ കാര്യങ്ങൾ ഏൽപ്പിക്കണം, അതിന് താഴെയുള്ളവരെ എന്തൊക്കെ സബോർഡിനേറ്റുകളെ എന്തൊക്കെ കാര്യങ്ങൾ ഏൽപ്പിക്കണം, അതിന് താഴെയുള്ളവരെ എന്തൊക്കെ കാര്യങ്ങൾ ഏൽപ്പിക്കണം. അങ്ങനെ ആ ഒരു മൊത്തത്തില് അല്ലെ ആ ഓർഗനൈസേഷനില് മൊത്തത്തില് എങ്ങനെയാണ് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും അവരുടെ ഡ്യൂട്ടി അലോക്കേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രോബ്ലം ഒന്നും ഇല്ലാതെ കോർഡിനേറ്റ് ചെയ്യണം അല്ലെ, അത് ഏകോപിപ്പിച്ചിട്ട് വേണം ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഏകോപനം നടത്തണം. ആ നടത്തുന്നതിന് ഈ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെയൊക്കെ ഏതൊക്കെ വ്യക്തികളെയാണ് മേലാധികാരികളായിട്ട് സൂപ്പർവൈസേഴ്സ് ആയിട്ട് നിയമിക്കേണ്ടത്. അങ്ങനെ ആ ഒരു സൂപ്പർവിഷനൊക്കെ നടത്തിയിട്ട് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്നത്, ഓർഗനൈസേഷന്റെ ഘടനയിൽ വരുന്നത്. അപ്പൊ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് ലക്ഷ്യം നേടിയെടുക്കേണ്ടതുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് വ്യത്യസ്ത ഡ്യൂട്ടികൾ ഓരോ ഭാഗക്കാരും ചെയ്യേണ്ടതുണ്ട്. ആ ടാസ്കുകൾ എങ്ങനെയാണ് വീതം വെച്ച് കൊടുക്കുക, അങ്ങനെ വീതം വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ ഏകോപിപ്പിച്ചുകൊണ്ട്, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ. അപ്പൊ ഒരു പ്രൊഡക്ഷന് ഒരു വസ്തു ഉത്പാദിപ്പിക്കണമെങ്കിൽ അതിന്റെ അല്ലെ ആദ്യം തന്നെ നമുക്കറിയാം അതിന്റെ ആ ഒരു പ്രൊഡക്ഷന് മുമ്പ് തന്നെ പ്രോസസ്സുകൾ ഉണ്ട് അല്ലെ, എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്. ആ അപ്പൊ സാധനങ്ങൾ സാമഗ്രികൾ എല്ലാം സ്വരൂപിക്കാനായിട്ട് കുറച്ച് വർക്കേഴ്സ് ഉണ്ടാകും.
ആ വർക്കേഴ്സ് തന്നെ മെഷീൻ നെക്സ്റ്റ് വേറെ ഓരോ സെമി ഫിനിഷ്ഡ് അല്ലെ ഒരു ചെറിയ ഭാഗമാക്കി അവർ ആ വർക്കിനെ പൂർത്തീകരിക്കും. അതിനുശേഷം അത് വീണ്ടും കുറച്ച് ഭാഗക്കാരായിരിക്കും അത് ഫിനിഷിംഗ് ലെവലിലേക്കൊക്കെ എത്തിക്കുക. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. ആദ്യം തന്നെ ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ ഉത്പാദിപ്പിക്കേണ്ടതുണ്ട്. ആ ഉത്പാദിപ്പിച്ച സാധനങ്ങളെ തന്നെ എന്താണ് ഫിനിഷിംഗ് ആയിട്ട് അല്ലെ നല്ല ഫിനിഷോട് കൂടിയിട്ട് സെയിലിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇൻ കേസ് ഇനി അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും അത് ആ തരങ്ങളിലേക്ക് അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ ഈ ഡ്യൂട്ടിയെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അത് മാത്രമല്ല ഈ അലോക്കേറ്റ് ചെയ്ത സംഭവങ്ങളെല്ലാം ഏകോപിപ്പിച്ചു കൊണ്ടുവരണം. എന്നാൽ മാത്രമല്ല ലക്ഷ്യം സാധ്യമാക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ എവിടെയെങ്കിലും ഫോൾട്ടുകളൊക്കെ ഉണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ, മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്. അങ്ങനെ മേൽനോട്ടമൊക്കെ വഹിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ലക്ഷ്യം നേടിയെടുക്കേണ്ടതുണ്ട്. ആ ഒരു ഘടനയെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൺസെപ്റ്റിലേക്കൊക്കെ പോരുമ്പോൾ നിങ്ങൾ ഇച്ചിരി കൂടിയൊക്കെ ക്ലിയർ ആവും. എന്താണ് അതിന്റെ ആ ഒരു കൺസെപ്റ്റ് അല്ലെ, ആ ഒരു ആശയം ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. അതിൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് നമുക്ക് ഈ ഒരു ലക്ഷ്യം നേടിയിട്ട് നമ്മൾ ഓരോ ജീവനക്കാരും അവിടെ വർക്ക് ചെയ്യണം അല്ലെ. അപ്പൊ അവർക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് അവിടെ വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു ആശയം അവിടെ മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം അല്ലെ, സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. എന്താ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ആ ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പേഴ്സണൽ സംതൃപ്തി. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ കുറച്ച് അധികാരങ്ങൾ അല്ലെ, അതിപ്പോ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അത് വീണ്ടും അല്ലെ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അധികാരം വേണം. പിന്നെ അത് പ്രൊഡക്ഷൻ രൂപീകരണത്തിന് അതിന് കുറച്ച് അധികാരികൾ വേണം. പിന്നെ വീണ്ടും അതിന് അല്ലെ കുറച്ചും കൂടി മിനുക്ക് പണികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് അധികാരികൾ വേണം അത് ചെയ്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർക്ക് ഓരോരുത്തർക്കും അധികാരങ്ങൾ, ഡെലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരങ്ങൾ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഓക്കെ, അപ്പൊ അധികാരം അത് മീൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ ദ റൈറ്റ് ടു ആക്ട്, to take a decision, to requisition the resources, to give a direction to others to act and to execute the task in order to fulfill the job responsibilities. അതായത് ആ ഒരു ജോലി അല്ലെ, ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്ത് തരത്തിലുള്ള വർക്കാണ് അല്ലെ, അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ അത് പ്രവർത്തിക്കണം അല്ലെ. ഒരു സാധനം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ അവരുടെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കണം അല്ലെ. എത്ര സമയം കൊണ്ട് ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് റിസോഴ്സസ് വേണം. അതെ, അധികാരം കൊടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അധികാരം പങ്കിടുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതില് വിവരിക്കുന്ന പോയിന്റ്സിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അതായത് ആ ഒരു പ്രവൃത്തി ആക്ട് ചെയ്യാനായിട്ട്, പ്രവൃത്തി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് സാധന സാമഗ്രികൾ വേണം എന്ന റിക്വസ്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട് അല്ലെ. അപേക്ഷ സമർപ്പിക്കണം, മാനേജ്മെന്റിന് സമർപ്പിക്കണം. ഇന്ന സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇത്രയും റിസോഴ്സസ്, ഇത്രയും സാധനങ്ങൾ അല്ലെ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ വെള്ളം വേണം, അല്ലെങ്കിൽ അത് ഉണ്ടാക്കേണ്ട സാധനങ്ങൾ വേണം. അതെല്ലാം നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, അപേക്ഷ കൊടുക്കാം. അതോടൊപ്പം തന്നെ തീരുമാനങ്ങൾ എടുക്കണം അല്ലെ. ഇത് ഇത്രയും അളവിൽ വേണം, ഇത്രയും അളവിൽ ഇന്ന സാധനങ്ങൾ വേണം എന്നുള്ളത് തീരുമാനങ്ങൾ എടുക്കണം. എന്തിനു വേണ്ടിയിട്ട് ഈ തീരുമാനങ്ങളും റിസോഴ്സസ് വേണം എന്നൊക്കെ പറയുന്നത്, അത് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുള്ള അധികാരങ്ങൾ പങ്കിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ ദ റൈറ്റ് ടു ആക്ട്. ഇപ്പൊ ഇൻ കേസ് ഒരു വ്യക്തി മറ്റു പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും അല്ലെ. നീ പോയി ഇന്ന സാധനങ്ങൾ കളക്ട് ചെയ്യണം, നീ പോയി ഇന്ന സാധനങ്ങൾ ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷനെ ഫിനിഷ് ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമുക്കറിയാലേ, ഏതൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ചെന്ന് കഴിഞ്ഞാലും നമുക്കറിയാം അതിന് ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട്. ആ പ്രോസസ്സുകൾക്ക് ഓരോ ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട് ഓരോ വ്യക്തികളെ നിയമിച്ചിട്ടുണ്ട്. ആ അധികാരങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ് ഡെലിഗേഷൻ അതോറിറ്റിയിൽ വരുന്നത്. ടു ഗീവ് ഡയറക്ഷൻ ടു അതേഴ്സ് ടു ആക്ട് ആൻഡ് ടു എക്സിക്യൂട്ട് അതർ ടാസ്ക് ഇൻ ഓർഡർ ടു ഫുൾഫിൽ ജോബ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ അവരവരെ ഏൽപ്പിച്ച ജോലി നമുക്ക് അല്ലെ ആ ഉത്തരവാദിത്തം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്
ഓരോ കാര്യങ്ങൾ അല്ലെ അവർക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവര് ആ ഒരു ജോലി കൃത്യമായിട്ട് തന്നെ ചെയ്തു തീർക്കുകയുള്ളൂ എന്നുള്ളത്. ഇതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ പറയുന്നത്, അധികാരങ്ങൾ പങ്കിടുക എന്നുള്ളത്. ദെൻ പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ നമ്മൾ കണ്ടായിരുന്നു, എന്താണ് കോർഡിനേഷൻ ഒക്കെ ചെയ്യണമെന്ന് അല്ലെ. ഇന്ന പ്രവർത്തികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം ഒന്ന് ഏകോപിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അവിടെയെല്ലാം എന്താണ് മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓക്കെയാണോ, ഇവരെ ഏൽപ്പിച്ച് അവർക്ക് വിട്ടുകൊടുത്ത അധികാരങ്ങളെല്ലാം അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു അല്ലെ സൂപ്പർവിഷൻ നടത്തേണ്ടതുണ്ട്. അതാണ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഈ സൂപ്പർവിഷൻ നടത്തേണ്ടത്. അതായത് മേലധികാരി എന്നുള്ള പവറോട് കൂടിയിട്ടാണ് ഈ സൂപ്പർവിഷൻ നടത്താനായിട്ട് വരിക. അല്ലെങ്കിൽ നമുക്ക് കീഴുദ്യോഗസ്ഥർ ചിലപ്പോൾ അനുസരിച്ചെന്ന് വരില്ല. അപ്പൊ ആ ഒരു പവർ പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, അതാണ് നമ്മൾ അടുത്ത കൺസെപ്റ്റിൽ വരുന്നത്. ദെൻ ദ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. നമുക്കറിയാം ഇപ്പോ അല്ലെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും നമുക്കറിയാം ഓരോ സ്പെഷ്യൽ വിഭാഗങ്ങളുണ്ട്. ന്യൂറോ വിഭാഗമാണെങ്കിലും നെഫ്രോ വിഭാഗമാണെങ്കിലും കാർഡിയോളജിക്കൽ വിഭാഗമാണെങ്കിലും അല്ലെ ഹാർട്ടിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ലങ്സിന്റെ അല്ലെങ്കിൽ എന്താണെങ്കിലും അല്ലെ നമ്മുടെ തലയുടെ ഞരമ്പിന്റെ ഒക്കെ ആണെങ്കിലും ഓരോ വിഭാഗങ്ങളുണ്ട്. അപ്പൊ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്കാണ് അവർക്ക് അവരുടേതായ ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്താ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്താന്ന് നോക്കാം. Under specialization, limited duties are performed regularly and repeatedly. From the personal point of view, specialization makes the learning of a job routines easier and turns the worker into an expert in his job. അപ്പൊ അത് സ്പെഷ്യലൈസ് ചെയ്തു. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഇതില് അല്ലെ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സ്പെഷ്യലൈസ് ചെയ്തു. അവര് ആർട്ടിക്കിൾസ് എല്ലാം കളക്ട് ചെയ്യുന്ന വിഭാഗക്കാർക്ക് വീണ്ടും വീണ്ടും അത് സ്പെഷ്യലൈസ് ആണ്. അവർക്ക് വീണ്ടും വീണ്ടും എവിടെ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ സമാഹരിക്കാൻ പറ്റുക എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ ഉത്പാദിപ്പിക്കുന്ന മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഒരു എക്സ്പേർട്ട് ആയിരിക്കും. അതേമാതിരി തന്നെ അത് എന്താണ് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ വ്യക്തികൾക്ക് വീണ്ടും അതിൽ എക്സ്പേർട്ട് ആയിരിക്കും. അപ്പൊ എന്താണ് സ്പെഷ്യലൈസ് ചെയ്ത് ഉള്ള വിഭാഗങ്ങൾക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് എന്താണ് ഇത്തിരിയും കൂടി എക്സ്പീരിയൻസ് ആയിരിക്കും, എക്സ്പേർട്ട് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷനിൽ പറയുന്നത്. ഓരോ ഡ്യൂട്ടി നമ്മൾ വീതം വെച്ച് കൊടുക്കുമ്പോൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തിയിട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ് ഇതിൽ, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. ദ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. അണ്ടർ സ്പെഷ്യലൈസേഷൻ, limited duties are performed regularly and repeatedly. From the personal point of view, specialization makes the learning of the job routines easier and turns the worker into an expert in this job. അങ്ങനെ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്ത വർക്കുകളാകുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാകുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും വളരെ നല്ല ഈസി ആയിട്ട് തന്നെ അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. അതായത് നമുക്കറിയാം അല്ലെ നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഓർഗനൈസേഷന്റെ ഘടന അനുസരിച്ചിട്ട് എല്ലാവർക്കും ഓരോ ഡ്യൂട്ടികൾ ടാസ്കുകളൊക്കെ അലോക്കേറ്റ് ചെയ്ത് അവരെ കോർഡിനേറ്റ് ചെയ്യാൻ സൂപ്പർവൈസേഴ്സ് ഒക്കെ വരുമ്പോൾ അവര് എല്ലാവരുടെയും ഇടയിലും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെ. അപ്പൊ നമുക്കറിയാം ഇന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അവരോടൊക്കെ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ ആശയവിനിമയം നടത്താനായിട്ട് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടായെങ്കിൽ ഒരു ഘടന ഉണ്ടായെങ്കിൽ സാധിക്കുമെന്നാണ്. ഓക്കെ, അപ്പൊ അത്രയും കൺസെപ്റ്റുകളാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഓരോ ടേമുകളാണ്. ഇപ്പൊ പേഴ്സണൽ പോളിസി ആ ടേം കഴിഞ്ഞു നമ്മുടെ. ഇനിയിപ്പോ നെക്സ്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഒരു ഓർഗനൈസേഷന്റെ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഘടനയെ കുറിച്ചിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്തത് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് വേറൊരു ടോപ്പിക്. അപ്പൊ ഈ ടോപ്പിക്കുകൾ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നും അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നും ജസ്റ്റ് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തേ. ഓക്കെ ആണോ? ഞാൻ നെക്സ്റ്റ് എടുത്തോട്ടെ. നമുക്കിത് എന്തായാലും എന്താ പറയുക, ഇച്ചിരി PDF ആയതുകൊണ്ട് എടുത്തെടുത്ത് പോകണം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഇനി നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ കുറിച്ച് വീണ്ടും വരാം. നമ്മൾ കുറച്ച് ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. വീണ്ടും ഹ്യൂമൻ റിസോഴ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് നോട്ട് ദ മണി ഓർ ഫിസിക്കൽ എക്യുപ്മെന്റ്. നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട അമൂല്യമായ ഒരു ഘടകം തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സസ്. മനുഷ്യന്റെ വിഭവശേഷി എന്നുള്ളത് മറ്റുള്ളതിനെ അപേക്ഷിച്ച്, അതായത് മണിയെയും മറ്റ് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഷീനറി പോലെയുള്ള സംഭവങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മനുഷ്യന്റെ വിഭവശേഷി എന്നുള്ളത്. Human resource or a manpower planning is the process with which a management determines how an organization should move from its current manpower position to its desired manpower position. അതായത് നമുക്ക്, അതായത് ഇപ്പോഴത്തെ ഒരു മാൻപവറെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ മനുഷ്യന്റെ വിഭവശേഷി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വ്യക്തമായി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റുകൾ പഠിച്ചു അല്ലെ. പേഴ്സണൽ മാനേജർ എന്നുള്ള പോസ്റ്റ് മാറിയപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊരു വിങ് തന്നെയായി. കാരണം ഏതൊരു സ്ഥാപനത്തിന്റെയും വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അവിടുത്തെ മനുഷ്യന്റെ വിഭവശേഷി നല്ല എഫക്റ്റോടുകൂടി കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങും കാര്യങ്ങളും മനുഷ്യന്റെ വിഭവശേഷി അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം തയ്യാറാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഇത് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വളരെ എഫക്റ്റീവായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ആ മാനേജ്മെന്റ് തീരുമാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകേണ്ടത്, അതിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി എത്രത്തോളം പേഴ്സൺസ് അവിടെ വേണ്ടി വരും എന്നൊരു ഡിസൈഡ് തീരുമാനം ഒരു തീരുമാനം ഉണ്ടായിരിക്കും. ഇത്ര പേഴ്സണെ കൊണ്ടായിരിക്കണം ഈ വർക്കുകളൊക്കെ ചെയ്യേണ്ടിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും പിന്നീട് നമ്മൾക്ക് അറിയാം ഒരു സ്ഥാപനത്തിലെ കറന്റ് ആയിട്ട് ഇപ്പൊ നിലവിലുള്ള പേഴ്സണെ കൊണ്ട് എത്രത്തോളം ഈ നേരത്തെ കൂട്ടി തീരുമാനിച്ച ആ ഒരു പേഴ്സണിന്റെ അത്രയും തന്നെ പേഴ്സണെ കൊണ്ട് തന്നെ സാധ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടോ, നിലവിലുള്ള പൊസിഷനിലുള്ള പേഴ്സണ് തീരുമാനിച്ച അത്രയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വാല്യൂ ചെയ്യേണ്ടതുണ്ട്. Through planning, management strives to have the right number and the right kind of people at the right place at the right time to do things, which result in both the organization and the individual receiving the maximum long range benefit. അതായത് നമ്മൾക്ക് അറിയാം, അപ്പൊ ഇപ്പോ നമ്മൾ നേരത്തെ ഒരു ഡിസൈഡ് തീരുമാനം ഉണ്ടാവും ഇത്രയും പേഴ്സൺസിനെയാണ് ഇന്ന പ്ലേസിലൊക്കെ നിയമിക്കേണ്ടത്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും പറയുന്നത് ത്രൂ പ്ലാനിങ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നതിൽ വരുന്നത് പ്രധാനമായിട്ടും ഏത് പൊസിഷനിലാണ് വേക്കന്റ് ആയിട്ട് ഇരിക്കുന്നത് ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ അവിടെ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ. റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ്. അവിടെ ആ റൈറ്റ് ആയിട്ടുള്ള വേക്കന്റ് ആയ പ്ലേസില് കൃത്യമായിട്ടുള്ള ഒരു പേഴ്സണെ അവിടെ നിയോഗിക്കേണ്ടതുണ്ട്. അറ്റ് ദ റൈറ്റ് ടൈം. ആ സമയത്ത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നമ്മൾക്ക് പറ്റാതിരിക്കുകയാണെങ്കിൽ ആ പൊസിഷനിൽ മറ്റൊരു പേഴ്സണെ എത്രയും പെട്ടെന്ന് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അല്ലെങ്കിൽ ആകെ ഒരു ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പക്ഷെ ഒരിക്കൽ കുറച്ച് നാളത്തേക്ക് വരാൻ പറ്റില്ല എന്ന് വരാം. അപ്പൊ എന്റെ പൊസിഷനിൽ അതേപോലെ കൈകാര്യം ചെയ്താൻ പറ്റുന്ന ഒരു പേഴ്സൺ അവിടെ പ്രത്യേകമായിട്ട് അപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റിന് എടുക്കേണ്ടതായിട്ട് വരും. അത് തന്നെയാണ് ഇവിടെ ആ പേഴ്സൺ എവിടെയാണോ വേക്കന്റ് വന്നിരിക്കുന്നത് ആ വേക്കന്റ് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് വേക്കൻസികൾ ഉണ്ടാകും, ഒരുപാട് വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ഏത് പൊസിഷനിലാണോ വേക്കന്റ് ആയിരിക്കുന്നത് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെ അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് പ്രധാനമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വളരെ അത്യാവശ്യമാണ് അല്ലെ. അങ്ങനെ ഒരു വേക്കൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ നികത്തി പോകേണ്ടതാണ്. ഇതാണ് പ്രധാനമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത്. അപ്പൊ അതാണ് എടുത്ത് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ് at the right time to do things which result in both the organization and the individual receive a maximum long range benefit. അവിടെ ആ വ്യക്തിക്ക് ആ ഒരു പേഴ്സണെ നിയമിക്കുമ്പോൾ
ആ വ്യക്തിക്ക് എന്താണോ ഉദ്ദേശിച്ചത് ആ നേട്ടം ആ വ്യക്തിക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിനും എന്താണോ ആ ഒരു വേക്കന്റിൽ നിന്ന് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് പോകാൻ പറ്റുന്ന അനുയോജ്യമായ വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷനും അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ, അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ പറയുന്നത്. ഈ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്, അതായത് അവിടുത്തെ പ്രവർത്തനങ്ങളാണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താന്ന് നോക്കിയായോ? ഇപ്പൊ പ്ലാനിങ്ങില് പ്രധാനമായിട്ടും മാനേജ്മെന്റ് ശ്രമിക്കേണ്ടത്, അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. മാനേജ്മെന്റ് സ്ട്രൈവ് ടു ഹാവ്, അവിടെ പരിശ്രമിക്കണം കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ. ഓക്കെ, അവിടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ഒരു വേക്കന്റ് ആയിട്ട് വരികയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പ്ലേസിൽ ഒരു വേക്കൻസി വരികയാണ്, ഇപ്പൊ ഒരു നമ്മൾ ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു നഴ്സിനാണ് പെട്ടെന്ന് വരാൻ പറ്റാതിരിക്കുന്നത്, അതായത് കുറച്ച് നാളത്തേക്ക് ലോക്ക്ഡൌൺ ലീവ് വന്നു. അപ്പൊ നമ്മുടെ അവിടെ നമുക്ക് ആ ഒരു നഴ്സിന്റെ വിടവ് നികത്താനായിട്ട് ഒരു നഴ്സിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടത്. നമുക്കറിയാം എന്താണ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ള ഒരു പേഴ്സണെ അവിടെ കൊണ്ടുവന്ന് നിയമിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ ഒരു എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ്, അല്ലെ? കാരണം അത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു തൊഴിൽ രംഗമാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ വരുന്നത് ആ വേക്കന്റ്, അത് മതിയായ ഒരു വേക്കന്റ് നികത്താനായിട്ട് മതിയായ ഒരു പേഴ്സണെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് പ്ലാൻ ചെയ്ത് വെക്കണം. ഓക്കെ, അവിടെ ഒരു വേക്കന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പേഴ്സണെ നമുക്ക് ആ സമയത്ത് ലഭ്യമാക്കും എന്നുള്ളത് പ്ലാൻ ചെയ്ത് വെക്കണം. എവിടെയും അപ്പൊ വേക്കൻസി വരാം. ആ വേക്കൻസി വരുമ്പോൾ എങ്ങനെയുള്ള പേഴ്സൺസിനെ നമ്മൾ അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കും, അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണം. ആ സമയത്തിന് നമുക്ക് ആ വ്യക്തിയെ അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് നികത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു ചെറിയ ഗ്യാപ്പ് എന്തായാലും, അല്ലെ, ഒരു പെട്ടെന്നുള്ള ഒരു ഗ്യാപ്പാണ് വന്നെങ്കിൽ അവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആയിരിക്കും ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക. അപ്പൊ ആ വേക്കൻസി നികത്താൻ വേണ്ടിയിട്ട് പിന്നെ അല്ലെ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള പേഴ്സണെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വേക്കന്റ് ആയിരിക്കും ഒഴിവ് വരുന്നത്. അപ്പൊ അവിടേക്ക് എന്താണ് പേഴ്സൺസിനെയാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ പുറത്തുനിന്ന്, അല്ലെ, നിലവിൽ പറ്റുന്നില്ല, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ഇല്ല എങ്കിൽ നമുക്കറിയാം പുറത്തുനിന്ന് തന്നെ ആളെ നിയോഗിക്കേണ്ടതായിട്ട്. അതാണ് മാനേജ്മെന്റ് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. മാനേജ്മെന്റ് സ്ട്രൈവ് ടു ഹാവ്, അതായത് പരിശ്രമിക്കണം. എന്താണ് കറക്റ്റ് പേഴ്സണെ കറക്റ്റ് വേക്കൻസിയിൽ കറക്റ്റ് സമയത്ത് തന്നെ നിയമിക്കാനായിട്ട് മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് പരിശ്രമം ഉണ്ടായിരിക്കണം. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓക്കെ ആയോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഇച്ചിരി ക്ലിയർ ആവുമെന്ന് നോക്കാം. പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അതായത് ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. ഇതിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ്, അതായത് ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ദ മെയിൻ പർപ്പസ് ഈസ് വൺ ഓഫ് ദ മാച്ചിങ് ഓർ ഫിറ്റിംഗ് എംപ്ലോയി എബിലിറ്റി ടു എന്റർപ്രൈസ് റിക്വയർമെന്റ്സ്, then emphasizing on future instead of present arrangements. അതായത് നമ്മൾ നിലവില് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപക്ഷെ ഭാവിയിൽ ഇത് ഇച്ചിരി വലുതാക്കി കൊണ്ടുവരുമ്പോൾ, ഈ ഓർഗനൈസേഷൻ വലുതാക്കി കൊണ്ടുവരുമ്പോഴേക്കും ഇന്ന വേക്കൻസികൾ വരാം. അതല്ലെങ്കിൽ നിലവില്, അല്ലെ, ഇപ്പൊ നമുക്ക് നിലവിലെ ഫിറ്റിംഗ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ച് നാൾ കഴിയുമ്പോൾ ലീവ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി നമുക്ക് അത് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ ഈ പേഴ്സണെ കണ്ടെത്തി വെക്കേണ്ടതുണ്ട്. ദ മെയിൻ പർപ്പസ് ഈസ് വൺ ഓഫ് ദ മാച്ചിങ്, അല്ലെങ്കിൽ ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള വ്യക്തിയെ കണ്ടെത്തേണ്ടതുണ്ട്. ഓഫ് ഫിറ്റിംഗ് എംപ്ലോയി എബിലിറ്റി ടു എന്റർപ്രൈസ് റിക്വയർമെന്റ്സ്, ആ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് എവിടെയാണോ വേക്കൻസി ആയിരിക്കുന്നത് അവിടേക്ക് മാച്ച് ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ നമ്മൾ കണ്ടെത്തി വെക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചറിൽ നമുക്ക് ഒരു എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇത് സ്ഥാപനം വിപുലീകരിക്കുകയാണെങ്കിൽ പ്രസന്റിൽ നമുക്ക് അറേഞ്ച് ചെയ്യുന്ന വേക്കൻസികൾ ധാരാളം ഉണ്ടാകാമുള്ളത് നേരത്തെ കൂട്ടി കാണാനായിട്ട് സാധിക്കുമെന്നാണ്. അത് നേരത്തെ കൂട്ടി ടു ഡിസൈഡ് തീരുമാനിച്ചു വെക്കുക ഇങ്ങനെയുള്ള വേക്കൻസികൾ വരാനുള്ള സാധ്യതയുണ്ട്. Then next എന്താണ് ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്.
നമ്മളപ്പോ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു ഘടനയ്ക്ക് മാറ്റം വരുത്തുന്നുണ്ടായെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും അത് ഘടനയ്ക്ക് ഇച്ചിരി കൂടി വിപുലീകരിക്കാൻ സാധ്യതയുണ്ടായെങ്കിൽ മനുഷ്യന്റെ വിഭവശേഷി വീണ്ടും ആവശ്യകതയുണ്ടാവും. അതാണ് നെക്സ്റ്റ് ഇത് പറയുന്നത്. അതിന് അനുസരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. The management must evaluate the structure of an organization at a given point in time. For this evaluation, the number and the type of employees required must be determined. അതായത് ഇത്ര വേക്കൻസികൾ ഉണ്ടാവും, അത് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. എന്താണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എംപ്ലോയീസിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് എത്രത്തോളം വേണ്ടി വരുന്നില്ല നേരത്തെ കുട്ടി കണ്ടെത്തുവാനുണ്ട്. ഡിറ്റർമിൻ ചെയ്യുക വെച്ചാൽ തീരുമാനമെടുക്കുക. Then third one പറയുന്നത് to audit the human resources. അതായത് once the future human resources needs are estimated, then the next step is to decide the present supply of manpower resources. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഇത് ഒരു പ്രോസസ് രീതിയിലാണ് ഇത് വരിക. അതായത് ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിന് നിലവിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ നികത്താനായിട്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെ നേരത്തെ കൂട്ടിയിട്ട് അവലോകനം ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പിൽ വരുന്നത്. തീർച്ചയായിട്ടും ഒരു 3-4 ഇതുകളാണ്, അതായത് 4 പ്രധാനപ്പെട്ടുള്ള പ്രോസസ്സാണ് ഇതിൽ വരുന്നത്. എന്തായാലും നമ്മുടെ സമയം കുറവുള്ളത് കൊണ്ട് എന്തായാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നുകൂടെ വിവരിക്കാനായിട്ട് നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കാം. അപ്പൊ ഇതില് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്താണ് ഇതില് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്ലി നമ്മൾ അല്ലെ അവിടെ ഉണ്ടോ എന്ന് നോക്കണം. അതായത് വേക്കൻസി വരികയാണ് എങ്കിൽ മതിയായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്കിൽ ഇൻവെന്ററി ഉണ്ട്. ദിസ് ഇസ് ഡൺ ത്രൂ വാട്ട് ഈസ് കോൾഡ് സ്കിൽ ഇൻവെന്ററി. അതായത് അവിടെയുള്ള വർക്കേഴ്സിന്റെ ക്വാളിഫിക്കേഷനും എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഏതൊരു സ്ഥാപനത്തിനും. അപ്പൊ അതിൽ നിന്നും ആ സ്കിൽ ഇൻവെന്ററിയിൽ നിന്നും ഈ വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തികൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ആദ്യം തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. Then a skill inventory consists of a data about each employee's skills, ability, work experience, and other items of information indicating its overall value of the company. അതായത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആ ഒരു കമ്പനിക്ക് മതിയായ രീതിയിൽ ഓക്കെയാണ് എന്ന് പറ്റുന്നുണ്ടോ എന്നുള്ള കുറച്ച് എന്തായാലും ചില എക്സ്പീരിയൻസുകളിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അവരെ കുറെ അസൈൻമെന്റ്സ് കാര്യങ്ങളും അതല്ലെങ്കിൽ അവരെ കുറെ ടാർജറ്റുകളൊക്കെ ഏൽപ്പിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിന് അറിയാം ഈ കുട്ടി അല്ലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ വ്യക്തി എവളാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ദെൻ നെക്സ്റ്റ് എന്താണ് ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അതായത് പിന്നീടാണ് ആ വേക്കൻസികളെ മേലെയുള്ള വേക്കൻസികൾ ഈ എക്സ്പീരിയൻസ്ഡ് പേഴ്സണെ കൊണ്ട് നികത്തി കഴിഞ്ഞാൽ എന്താണ് ഈ വ്യക്തിയുടെ വേക്കൻസി അവിടെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ജോബ് റിക്വയർമെന്റ്സും അതിനനുസരിച്ചിട്ടുള്ള അനുയോജ്യരായ വ്യക്തികളെ അപ്പോയിന്റ്മെന്റ് ചെയ്യാണ് സാധാരണയായിട്ട് ഏതൊരു പ്ലേസിൽ നടക്കുന്നത്. അതായത് നമ്മളിപ്പോ ഏതൊരു ഓർഗനൈസേഷനിലും വേക്കൻസികൾ മേലെയുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട് ആ സ്ഥാപനത്തിൽ തന്നെ മതിയായ പേഴ്സൺസ് ഉണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യിപ്പിക്കും. അതായത് സ്കിൽ ഇൻവെന്ററി ഇവാലുവേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള വർക്കേഴ്സിന്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അല്ലെങ്കിൽ എന്തെങ്കിലും ടാർജറ്റ് ഒക്കെ കൈകാര്യം ചെയ്ത ആ ഒരു നോളജ് ഒക്കെ മനസ്സിലാക്കിയിട്ട് മാനേജ്മെന്റ് തീരുമാനിക്കും. അതിനുശേഷം താഴെയുള്ള ലെവലിലുള്ള പേഴ്സൺസിനെയാണ് പൊതുവെ പുറത്തുനിന്ന് ആപ്ലിക്കേഷൻസ് ഒക്കെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് പ്രോസസ്സാണ് ഇവിടെ ജോബ് അനാലിസിസും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അതായത് 4 സ്റ്റെപ്പ് വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പ്രോസസ്സ് വരെ. ആ ഒരു പ്ലാനിങ് ഹ്യൂമൻ റിസോഴ്സിന്റെ പ്ലാനിങ്ങില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു സ്ഥാപനത്തിന് വേക്കൻസി വരാം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എക്സ്പാൻസ് ചെയ്യുമ്പോൾ വേക്കൻസി വരാം എന്നുള്ളത് അതിന് മതിയായ പേഴ്സണെ കണ്ടെത്തേണ്ടതിന്റെ ഘടകങ്ങൾ പ്രവർത്തനങ്ങളൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ വരുന്നത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ബാക്കി പ്രോസസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. പ്ലാനിങ് എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഓക്കെ ആയോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ കുറച്ച് പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അതൊന്ന് വായിച്ചിട്ടും വരിക. പെട്ടെന്ന് നെക്സ്റ്റ് ഭാഗത്തേക്ക്. താങ്ക് യു.